അപ്പോൾ ആപൂര്യമാണം, ആ സമന്താ പൂര്യമാണം, 4 പാടും നിന്ന് പൂർണ്ണം. നിറഞ്ഞത് തൃപ്തം എന്ന് പറഞ്ഞു. ആ നിറയുകയും തൃപ്തിയാവുകയും ചെയ്യുക. കോടിക്കണക്കിന് രൂപ ഉള്ള ഒരാളാണെങ്കിൽ പോലും വഴിയെ നടന്നു പോകുമ്പോൾ ഒരു 5 രൂപ കിടക്കുന്ന കണ്ടാൽ ആദ്യം എടുക്കും. കോടികൾ കയ്യിലുണ്ട്, എന്നാലും ആ 5 എടുക്കും. തന്റെ കയ്യിലേക്ക് വന്നെത്തിയത് വെറുതെ കെട്ടി വച്ചിട്ട് കടം വാങ്ങിച്ച് പ്രവൃത്തിയെടുപ്പിക്കുക എന്നതിലേക്കാണ് വ്യാവസായിക ലോകം ഇന്ന് വികസിക്കുന്നത്. അതൃപ്തി കൊണ്ടാണ്. അതിരിക്തത്തിലുള്ള ആശ എന്നാണ് അതിനെ പറയുക ശാസ്ത്രം. അത് നല്ലത് ശ്രദ്ധിച്ചാൽ കാണാം. ഇതെടുക്കുന്ന രീതി നോക്കിയാൽ കാണാം. ഇത് കുനിഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചുറ്റും ഒന്ന് നോക്കും. ഞാനും നിങ്ങളും ഒക്കെ. മറ്റുള്ളവരെയൊന്നും സങ്കല്പിക്കരുത്. എന്നെയും നിങ്ങളെയും, ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും സങ്കല്പിക്കുക. അടുത്തിരിക്കുന്നവനെ നോക്കണ്ട. ചിലരൊക്കെ അടുത്തോട്ട് നോക്കാൻ തുടങ്ങി. അതൊന്നും വേണ്ട, നമ്മളെ നോക്കിയാൽ. ശാസ്ത്രം പഠിക്കാൻ എളുപ്പമൊഴിയതാണ്. അതിരിക്തത്തോടുള്ള ആശ അത് അപൂർണതയുടെ ലക്ഷണമാണ്. അതിരിക്തമായതിൽ പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. അപ്പൊ പൂർണ്ണതയുടെ ശരിയായ വ്യാഖ്യാനം അറിയണം. കോടിപ്പതിക്ക് പൂർണ്ണതയുണ്ട്, തൃപ്തിയില്ല. നിറഞ്ഞിട്ടുണ്ട് അവിടെ, പക്ഷെ തൃപ്തി വന്നിട്ടില്ല. കാരണം അയാളുടെ പൂർണ്ണത കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ആപേക്ഷിക പൂർണ്ണതയാണ്. ലക്ഷം ചേർക്കുമ്പോൾ കൂടുകയും ലക്ഷം എടുത്തു മാറ്റുമ്പോൾ കുറയുകയും ചെയ്യുന്ന പൂർണ്ണത. ഈ ശ്ലോകത്തിൽ ആ എന്ന ഉപസർഗത്തിൽ അത് അധികം യോജിപ്പിച്ചിട്ടുണ്ട്. ആ പൂര്യമാണ്, സമന്താ പൂര്യമാണ്, 4 പാടും നിന്നും പരിപൂർണം. കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. സമുദ്രം ഈ ജഗത്തിനാകെ ജലം നൽകുന്നു. എല്ലാ ജലവും സമുദ്രത്തിൽ നിന്നാണ്. മഴ, നദി എല്ലാം സമുദ്രത്തിൽ നിന്നാണ്. ജലമെന്നൊന്നുണ്ടെങ്കിൽ അതെല്ലാം സമുദ്രജലമാണ്. അതാണ് മഴയായിട്ട് പെയ്യുന്നത്. ബെടവാഗ്നിയാൽ സൂര്യന്റെ ചൂട് കടലിൽ തട്ടി വെള്ളം നീരാവിയായി എന്നൊക്കെയാണ് നിങ്ങൾ പണ്ട് പഠിച്ചിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ആ സങ്കല്പമൊക്കെ മാറി. കാരണം ആദ്യകാലത്ത് സയന്റിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം സൂര്യന്റെ ചൂടടിച്ച് മഴ പെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ കാണാതെ പഠിച്ചു. അതിപ്പോഴും ഓർമ്മയുണ്ട്. രണ്ടാമത് പഠിച്ചത് ഓർമ്മ കാണുകയല്ല. കാരണം അപ്പോൾ ചില ശാസ്ത്രകാരന്മാർ സംശയം ചോദിച്ചു, മഴക്കാലത്ത് തന്നെയാണല്ലോ കൂടുതൽ മഴ പെയ്യുന്നത്. മനസ്സിലായില്ല. ഈ 6 മാസം ഉണ്ടായ നീരാവി മുഴുവൻ കെട്ടുനിന്ന് പിന്നെ 6 മാസം പെയ്യുകയാണോ? ഇതാണ് ശാസ്ത്രത്തിന് വിശേഷ സ്വഭാവവും അറിവിന് സാമാന്യ സ്വഭാവവും ഉണ്ടെന്ന് പറഞ്ഞ മുമ്പത്തെ ഉദാഹരണത്തിൽ ഇതും നിങ്ങൾക്ക് ചേർക്കാം. മനസ്സിലായില്ല. ഇത് കുറെ കാലം കാണാതെ പഠിച്ചത് മിച്ചം, അത്രയേ ഉള്ളൂ. മഴ പെയ്യുന്നു എന്ന് മാത്രം പഠിച്ചാൽ വലിയ അപകടമില്ല. ഇന്നത് കൊണ്ട് പെയ്യുന്നു എന്നൊക്കെ ഒരു ശാസ്ത്രം പഠിച്ചാൽ അത് സാമാന്യത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വിശേഷഭാവം ഉൾക്കൊള്ളും. ആദ്യമൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ അതിന് ന്യൂനമർദ്ദം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല.
ഇത് വളരെ രസമാണ് ഈ പത്രക്കാരുടെ ഭാഷയിലും ചാനലുകാരുടെ ഭാഷയിലും പഠിക്കാൻ. അറബിക്കടലിന്റെ കിഴക്കേ തീരത്തേക്ക് ന്യൂനമർദ്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ന്യൂനമർദ്ദം ഫോം ചെയ്യുന്നു. കേട്ടിട്ടില്ല? അപ്പൊ നീരാവി കൂടും. ബംഗാൾ ഉൾക്കടലില് ഉരുത്തിരിഞ്ഞ ന്യൂനമർദ്ദം മെല്ലെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ കേട്ടിട്ടില്ല? ഇതിനേക്കാൾ കൃത്യതയോടെ പെണ്ണുങ്ങൾ പറയുമായിരുന്നു പണ്ട്. ഇന്നിടത്ത് കാറ് കയറിയിട്ടുണ്ട്, നെല്ല് വാരിയിട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇത്ര മണിക്ക് പെയ്യും. ആ കാറ് ഇത്ര മണിക്ക് പെയ്യും. മഴയൊക്കെ വളരെ നേരത്തെ പറയും. ഇത്തവണ മഴ നേരത്തെയാണെന്ന് തോന്നുന്നല്ലോ, അന്തരീക്ഷത്തിന് ചൂട് കൂടുതലാണ്. കേട്ടിട്ടില്ല? ഇത്തവണ വളരെ നേരത്തെയാ മഴ എന്ന് തോന്നുന്നു. ഓ, ഇത്തവണ ഒരു പറ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് സാരം. പഴയ ആളുകളുടെ കണക്കായതൊക്കെ കേട്ടിട്ടില്ല? അപ്പൊ ചിലവർ ചോദിക്കും, എങ്ങനെയാ വല്യമ്മ ഈ മഴയൊക്കെ നേരത്തെ വരുന്നു വല്യമ്മയ്ക്ക് അറിയുന്നത്? എടി, നിന്റെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ നോക്ക്, അത് മഴയ്ക്കുള്ള സൂചനയാണ്. നീ ആ എറുമ്പുകളെ നോക്ക്, മഴയുടെ കൊട്ടും കുറവയും ഒന്നും വന്നില്ലെങ്കിലും പറമ്പിലെ വാഴയുടെ ചൂട്ടിലുമൊക്കെ ഇരിക്കുന്ന മുട്ടയും പെറുക്കി അത് പെരയ്ക്കുള്ളിലേക്ക് വരുന്നത് കാണുന്നില്ലേ? പിപീലിക അണ്ടസഞ്ചരണം. നീ പഠിച്ച ഈ സ്കൂളിലൊന്നും പഠിച്ചില്ലെങ്കിലും നിനക്കറിയാത്തതൊക്കെ അവയ്ക്കറിയാം. മനസ്സിലായില്ല? യു കാൻ ഫോളോ. ഇത് നല്ലോണം നോക്കുന്ന ചില ജ്യോതിഷികളും മറ്റും ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ചില നമ്പർ അടിക്കും. ഞങ്ങൾ സ്വാമിമാരും മോശമല്ല. ഇങ്ങനെ ഉറുമ്പ് പെറുക്കുന്നത് കണ്ടിട്ടാണ് ജനങ്ങളോട് വളരെ കാര്യമായിട്ട് പറയുന്നത്. തോണത്തെ മഴ ഉടനെ ഉണ്ട്. സമയങ്ങളെ എങ്ങനെയാ പറഞ്ഞ? അപ്പൊ ഉറുമ്പിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയില്ല. അത് നിങ്ങളും കണ്ടുപോയെങ്കിലും ഒന്ന്. മഴയുടെ ലക്ഷണമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ധ്യാനാവസ്ഥിത സദ്ഗതേന മനസ്സാണ്. അതിന് വേറെ യോഗിയുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ളവരല്ല. അതിന് ഒരുപാട് പണിയണം. ഇത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ കണ്ണ് മുകളിലേക്ക് പോയോണ്ടൊന്നും മനസ്സ് തദ്ഗതേനയല്ല. അതൊക്കെ ഈ ചുറ്റുപാട് നോക്കിയാൽ ഒരുമാതിരി നമ്പരൊക്കെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ ഒരുമാതിരി ശരാശരി വിദ്യ മതി, കൂടുതൽ വേണ്ട. അതുപോലും ഇല്ല നിങ്ങൾക്കെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും കബളിപ്പിക്കപ്പെടുമായിരുന്നില്ല. മറ്റത് വേറൊരു ലോകമാണ്. അതില്ലാന്ന് ധരിക്കരുത്. അത് വലിയ ലോകമാണ്. അത് വിഷയങ്ങളെ അറിയാനല്ല, അത് പ്രശാന്തതയ്ക്കുള്ള ലോകമാണ്. വിഷയങ്ങളറിയാൻ ചെറിയ കാര്യമൊക്കെ അറിഞ്ഞാൽ മതി. അതിന് ഒരുപാടൊന്നും പ്രയത്നിക്കേണ്ട. വളരെ എളുപ്പത്തിൽ അറിയുന്ന കാര്യമാണ്. പ്രകൃതിപരമായി ജീവിച്ചാൽ തന്നെ പിണ്ടാണ്ടത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ ചേർന്നു നിന്ന് അറിവ് തരും. മര്യാദാമസൃണമായ ഒരു ജീവിതമേ അതിന് വേണ്ടൂ.
കൂടുതലൊന്നും വേണ്ട. അതായത് ഇപ്പൊ അവിടെ ആപൂര്യമാണം, സമന്താത് പൂര്യമാണം, 4 പാട് നിന്നും പരിപൂർണം, കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ബഡവാഗ്നി കൊണ്ട് അവരുപയോഗിക്കുന്ന ഭാഷ ബഡവാഗ്നി. ജലത്തില് അഗ്നി ഉണ്ടെന്നും ആ അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടായതെന്നും ആ അഗ്നി ജലസമ്മളിതമായ അഗ്നിയുമായി പറന്നുപോകുന്നുവെന്നും ആ അഗ്നി തന്നെ ഘനീഭവിച്ച് ജലമായിത്തീരുന്നുവെന്നും ഒക്കെ അവരുടെ പഠനം. ആഗ്നേയമായ ഹൈഡ്രജൻ, അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ഓക്സിജൻ, അതിന്റെ കൂട്ടായ്മ കെടുത്തുന്ന ജലം. ഇത് പ്രഭാവം. മനസ്സിലായില്ല? അങ്ങനല്ലേ പഠിക്കുന്നത്? ഹൈഡ്രജൻ ആഗ്നേയമാണ്, കത്തും. ശരിയാണ്. ഓക്സിജൻ ജ്വലനത്തെ സഹായിക്കും. ശരിയാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് അഗ്നി. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ആ അഗ്നി കെടുത്തുന്ന ജലം. ശരിയല്ല. എന്നാൽ ഇന്നുവരെ ജലത്തെ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് മനസ്സിലായില്ല. ശാസ്ത്രത്തിന് ഇന്നുവരെ ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോ. ഇന്ന് വരെ ഏതെങ്കിലും കെമിസ്ട്രി, നിങ്ങൾ പറയാൻ പോകുന്ന ഉദാഹരണം ഹോഫ്മാൻസ് വോൾട്ടാമീറ്റർ ആയിരിക്കും. അതിൽ നിങ്ങൾ ഏത് ജലത്തെയാണ് വിഘടിപ്പിച്ചത്? കണ്ടാമിനേറ്റഡ് വാട്ടർ. ശുദ്ധജലം നിങ്ങളുടെ എല്ലാ വൈദ്യുതിക്കും കുചാലകമാണ്. ശരിയല്ല? ശരിയല്ല? ശാസ്ത്രത്തിന് ഇന്നുവരെ ശുദ്ധജലത്തെ വൈദ്യുതി കടത്തിവിട്ട് ഘടിപ്പിക്കാൻ സംശയായി. മലിനജലത്തിൽ മാത്രമേ വൈദ്യുതി കടന്നു പോവുള്ളൂ. അതിൽ മെറ്റൽസ്, മിനറൽസ്, ആസിഡ്സ്, ഇത് ഏതെങ്കിലുമൊക്കെ വേണം. മെറ്റാലിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ചാലകമാണ്, അത് വെള്ളത്തിൽ കിടന്ന് ചലിപ്പിക്കും. മനസ്സിലായില്ല? അപ്പോ ജലം തനിച്ചായിട്ട് വിഘടനം നടത്തിയിട്ടില്ലാത്തിടത്തോളം സത്യസന്ധനെന്ന് പുരപ്പുറത്ത് കയറി അവകാശപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ ഒന്നുമില്ലെന്ന് ജനങ്ങളോട് ഉറക്കെ പറയുന്നവൻ നിശബ്ദമായി മത്തായി പണ്ട് കയറ് മോഷ്ടിച്ചു അറ്റത്തൊരു കാളയുമെന്ന് മൗനമായി പറഞ്ഞതുപോലെ. മനസ്സിലായില്ല? ശുദ്ധജലം ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷേ ആസിഡ് ചേർക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയതയുടെ അതിർവരമ്പുകൾ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരികയില്ലേ ഇങ്ങനെ പറയും? ഇവിടെ ഇരിക്കുമ്പോ ഇല്ല, ഇറങ്ങുമ്പോഴേ ഉള്ളൂ. ഇതൊക്കെ പഠിപ്പിക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ച് ഇതിലെ
കണ്ടുപിടിച്ചൊക്കെ നമ്മളാണെന്ന് അഭിമാനിച്ച് നമ്മുടെ ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്ലക്കാർഡും ഒക്കെ ആയിട്ട് ജാഥയൊക്കെ നയിച്ച് ബാക്കിയുള്ളവന്റെ അന്ധവിശ്വാസത്തെ മുഴുവൻ തെറി പറഞ്ഞു പോകുമ്പോൾ ഇത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന അതിനേക്കാൾ കിടത്തെ അന്ധവിശ്വാസത്തിന്റെ നെടുങ്കോട്ടയ്ക്ക് പൊക്കത്തിലാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കോളും. അതിനേക്കാൾ എനിക്ക് രസകരമായി തോന്നുന്നത് ഞങ്ങൾ സ്വാമിമാരെ അവസാനം ഈ ശാസ്ത്ര സത്യങ്ങളെ കൂട്ടുപിടിച്ച് ഭാരതീയ വൈജ്ഞാനിക കാര്യങ്ങളെ പഠിപ്പിക്കാനൊരുങ്ങുമ്പോഴുള്ള മണ്ടത്തരമാണ്. മറ്റത് സഹിക്കാം. മനസ്സിലായില്ല? ഭാരതീയ വൈജ്ഞാനിക ശാഖകളെ ആധുനികന് വെളിവാക്കി കൊടുക്കാൻ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നതിന്റെ മണ്ടത്തരം. മനസ്സിലായില്ല? ഇതാ ശാസ്ത്രം. ഒന്നും പുറത്തുപോയി പറയരുത്. വളരെ രസകരമാണ് ശാസ്ത്രത്തെ ഇങ്ങനെ അന്വേഷിച്ചാൽ. ശാസ്ത്രം പലപ്പോഴും യുക്തി മുമ്പിൽ വരുമ്പോൾ നിശബ്ദമാകുന്ന ഒട്ടേറെ പ്രഹേളികകളോടുകൂടിയതാണ്. ഏത് ശാസ്ത്രശാഖയും. അത് ഏറ്റവും കുറവ് ഗണിതശാസ്ത്രത്തിലാണ്. കാരണം അവന്റെ ആധാരശിലയിലാ ബാക്കിയുള്ളവന്മാർ നിലകൊള്ളുന്നത്. അവിടെയും ഒട്ടേറെ പ്രഹേളികകൾ ഇനിയും ബാക്കിയാണ്. കോംപ്ലക്സ് വേരിയബിൾസിലേക്ക് കടക്കുമ്പോൾ അങ്ങനൊരു ശാഖ കേട്ടിട്ടുണ്ടാവും. എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം u plus iv where u the real part and iv is the imaginary part. Where u is equal to 0, it's a pure imaginary number just like root of -1. പഠിച്ചിട്ടില്ല? ഗണിതശാസ്ത്രക്കാരെ ആരുമില്ലേ? ഇല്ല? Am I right? അതിന്റെ ലോകത്തേക്ക് എന്നാൽ മായാപഞ്ചകത്തിന് നടുക്കിരിക്കുന്നത് പോലെയാണ് വിദ്യാർത്ഥി ഇരിക്കുന്നത്. പലപ്പോഴും ന്യൂസ് പ്രിന്റിന്റെ കട്ട് ചെയ്ത് കളയുന്ന ഭാഗങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് എഴുതി കാണാതെ പഠിച്ച് പ്രസന്റ് ചെയ്യുന്നതിനപ്പുറം അങ്ങനെ പഠിച്ചോളാനാണ് പ്രൊഫസറും പറയുക. ഈ തരുന്ന നോട്ടൊക്കെ താനും ഇതുപോലെ പഠിച്ചോളുക, കൂടുതലൊന്നും നിയോഗിക്കരുത്. ഇതിന്റെ പേപ്പറൊക്കെ അങ്ങ് റിസർച്ച് ചെയ്തവന്റെ മേശയ്ക്കകത്തേ ഉള്ളൂ. നിന്റെ ഡെസ്റ്റിനി ഇതാണ്. അവിടെയുണ്ട് ഡെസ്റ്റിനി. പലപ്പോഴും അതിൽ കൂടെ പോകുമ്പോഴാണ് ആലീസിന്റെ അത്ഭുത ലോകങ്ങളിൽ എന്ന പോലെ മനുഷ്യൻ നിലകൊണ്ടു പോകുന്നത്. അത്രയൊന്നും പോകണ്ട. നിങ്ങൾ പഠിച്ചിട്ടുള്ള ചെറുതിലുമുണ്ടിത്. ഇനി മാത്തമാറ്റിക്സുകാരല്ലല്ലോ, ഞങ്ങൾക്കറിയാം വഴി എന്താണ് എന്ന് ചോദിച്ചാൽ കോണിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അനലറ്റിക്കൽ കോണിക്സ് പഠിച്ചിട്ടില്ല. അനലറ്റിക്കൽ ജോമട്രി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്തൊരു ചാപ്റ്റർ ഉണ്ട്, അനലറ്റിക്കൽ കോണിക്സ്. വേണ്ട, അതിനകത്ത് വേറെ ചില പേരുകളിൽ പഠിച്ചിട്ടുണ്ട്. എലിപ്സ്, ഹൈപ്പർബോള, പരാബോള ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പർബോളയും പരാബോളയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള പഠിച്ചിട്ടുണ്ട്. ഇല്ല? കൂട്ടത്തിലൊരു സാധനമുണ്ട്, എട്ടെന്ന് കിടത്തി എഴുതുന്ന പോലുള്ളൊരു സാധനം, സൈക്ലോയിഡ് എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും. അതിന്റെ അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കുമ്പോൾ തിങ്ക് അസിംപ്റ്റോട്സ് ഓഫ് എ സൈക്ലോയിഡ് ഈസ് 2t കോസാർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വരുമ്പോ ഒരു 0/0 വരും.
ഇൻഫിനിറ്റ് അല്ല, ഇൻഫിനിറ്റ് അല്ല, ഇൻഡിറ്റർമിനറ്റ്. ഇൻഫിനിറ്റിനാണെങ്കിൽ നമുക്കൊരു സംഗതി ഉണ്ടായിരുന്നു, ആപൂര്യമാണ്. ഇൻഫിനിറ്റ് അല്ല. 1/0, 2/0, 3/0 ഒന്നും ഇൻഫിനിറ്റ് അല്ല. ഇറ്റ് ഈസ് ഇൻഡിറ്റർമിനറ്റ്. മനസ്സിലായില്ല? ഇങ്ങനൊരു ലോകമുണ്ട്. ശാസ്ത്രം അതിന്റെ ലഗ്നത്തിൽ ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുമ്പോൾ കയറിപ്പോയാലും അങ്ങനെയല്ലേ പറയണ്ടേ? അതെത്തിച്ചേരുന്നത് അവ്യക്തതയുടെ നിഴലിലാണെങ്കിൽ കവടി വാരി വയ്ക്കുന്നതിനപ്പുറം ഇയാളും എത്തുന്നില്ല. മനസ്സിലായില്ല? കവടി വാരി വെക്കുന്നവനും നമ്മോട് പറയുന്നത് ഈ കണക്കൊക്കെ കൂട്ടി സാധ്യതയാണ്. ഇത് നോട്ട് അല്ല, സാധ്യത, പ്രോബബിലിറ്റി. അതിനും മറുകണ്ഠം നിൽക്കുന്ന ഏതാണ് സാധ്യതയെന്ന അജ്ഞേയമായ, ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനറ്റ്. എവിടെയാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ഇത് വളരെ രസമാണ്. ഇപ്പൊ പണ്ടുള്ളവർ അതുകൊണ്ട് ഉദാഹരണങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ചപ്പോഴും അവര് പറഞ്ഞപ്പോഴും ഒരു സാമാന്യമായ അറിവുണ്ടാകണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. വെള്ളം ഇങ്ങനെ മഴയായിട്ട് വരുന്നുണ്ട്. വെള്ളം അഗ്നിയാണ്. അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നത്. അഗ്നേരാപഹ. ആ ജലത്തിലും അഗ്നിയുണ്ട്. അതിന് ബഡവാഗ്നി എന്ന് പറയും. ഇത്രയും സാമാന്യമായി പറഞ്ഞുള്ളൂ. ഇതിൽ പ്രഭാവം പഠിക്കാൻ ഈ ഉദാഹരണമാണ് പദാർത്ഥ വിജ്ഞാനത്തിലൊക്കെ പഠിപ്പിക്കുന്ന ആയുർവേദത്തിന്റെ. ഈ ആഗ്നേയമായ ഹൈഡ്രജൻ, അഗ്നി ഉണ്ടാക്കുന്ന ഓക്സിജൻ, രണ്ടും 2:1 എന്ന റേഷ്യോയിൽ ചേർന്ന് കെടുത്തുന്ന ജലം. കാര്യകാരണ പടലങ്ങൾ അഴിച്ചു പഠിച്ചാൽ ഇനിയും അജ്ഞേയമായി. ഇപ്പൊ സമുദ്രം ഈ ജഗത്തിനാകെ വെള്ളം നൽകുന്നു. അതിൽ നിന്ന് ബാഷ്പമായി വരുന്ന ജലം അവര് ബഡവാഗ്നി കൊണ്ട് എന്ന് പറയും, പതിക്കുന്നു. എന്നിട്ടും ജലം കുറയുന്നില്ല. അതുകൊണ്ട് അത് നിത്യതൃപ്തമാണ്. സമുദ്രം എങ്ങനെ ആപൂര്യമാണ് ആണോ അപ്രകാരം തന്നെ സ്ഥിതപ്രജ്ഞനും പരിപൂർണനും പരിതൃപ്തനുമാണ്. ശ്രുതി പറയുന്നു, ഉദാഹരണങ്ങളെ കൊണ്ട് ശ്രുതി പറയുന്നു. ബ്രഹ്മാവേദ ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്. പിന്നെ ഒന്നും വേണ്ട. ഇതെങ്ങനെ? ബ്രഹ്മത്തെ അറിയുന്ന മാത്രയിൽ ബ്രഹ്മമാകുന്നത് എങ്ങനെ? ദ്വൈതവാദികളുടെ ചോദ്യമാണ്. ദ്വൈതവാദികൾ അങ്ങനെ അറിഞ്ഞാൽ ഉടനെ എങ്ങനെയാകുന്നത്? വൃക്ഷത്തെ അറിഞ്ഞവൻ വൃക്ഷമാകുമോ? കഴുതയെ അറിഞ്ഞവൻ കഴുതയാകുമോ? പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഇത് ഒരു വിലക്ഷണ സംഭവമാണ്. അതാണ് അതിന്റെ ഇതാണ് മനസ്സിലാക്കുന്നത്. വൃക്ഷം, കുതിര, കഴുത മുതലായവയെ അറിയുന്നുടൻ അവയായി തീരുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമാകും? ദ്വൈതവാദിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം തികച്ചും ഋജുവാണ്. ബ്രഹ്മത്തെ നാം ഉണ്ടാക്കുന്നതല്ല, ഉള്ളത് അതുമാത്രമാണ്. അതറിഞ്ഞാലേ ഇത് മനസ്സിലാവും. കഴുത, കുതിര ഇതൊക്കെ നാം ഉണ്ടാക്കുന്ന അറിവാണ്. അവയുടെ മേൽ നാമരൂപാങ്കിതമായി ഞാൻ എന്നത് ഞാൻ ഉണ്ടാക്കിയൊരറിവാണ്.
നാമരൂപാങ്കിതങ്ങളായ എല്ലാ അറിവുകളും നാം സൃഷ്ടിച്ചതാണ്. ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ എന്ന് പറഞ്ഞാൽ അവയെല്ലാം വിശേഷ അറിവാണ്. എന്ന് പറഞ്ഞാൽ അവയെല്ലാം ജീവസൃഷ്ടിയാണ്. സൃഷ്ടി രണ്ട്. ഏകവും അദ്വയവുമായ അറിവ്, ആദിമമായ ബോധം, അതുമാത്രമാണ് ഉണ്ടായിരുന്നത്, ഉള്ളത്, ഉണ്ടായിരിക്കുന്നത്. അത് കാലികവും കാലാതീതവും ആണ്. കാലിക സ്വാഭാവികതയിൽ ആ ബോധം നാമരൂപാങ്കിതമായി കാണപ്പെടുന്നു. അപ്പോൾ ഗോപാലനും കൃഷ്ണനും ശങ്കരനുമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ സൃഷ്ടി ജീവസൃഷ്ടി. ദുഃഖങ്ങളും സുഖങ്ങളും ജീവസൃഷ്ടിയിൽ, സന്താപങ്ങളും സന്തോഷങ്ങളും ജീവസൃഷ്ടിയിൽ, അറിവിലില്ല. എനിക്ക് പ്രിയമുണ്ടാവുകയും എന്റെ പ്രിയമോ അപ്രിയമോ എന്നിൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നവയുടെ വേർപാടല്ലാത്തതൊന്നും എനിക്ക് വേർപാടല്ല. ശരിയല്ല. പത്രം എടുത്താല് എല്ലാ പത്രത്തിലും കൂടെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്, എത്രയോ പേര് ജനിച്ചിട്ടുണ്ട്, ഇല്ലേ? ചരമത്തിന്റെ കോളം മുഴുവൻ വായിക്കുക. ആ ഒരു ജനനവും നമ്മളെ ദുഃഖിപ്പിച്ചിട്ടില്ല. അതിലെ ഓരോ ജനനവും പ്ലാനിംഗ് കമ്മീഷനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? കാരണം അവരതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവരാണ്. അതിൽ പെട്ടവരൊക്കെ വീണ്ടും ഇഷ്ടം പോലെ ജനിപ്പിക്കുമ്പോഴും ബാക്കിയുള്ളവൻ ജനിപ്പിക്കരുത്, അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. മനസ്സിലായി? പിള്ളേര് കുറഞ്ഞ രാജ്യങ്ങളിൽ പിള്ളേരുണ്ടാകുന്നതിന് പ്രത്യേക പെൻഷൻ കൊടുക്കുമ്പോഴും ഇന്ത്യയിലും ചൈനയിലും പിള്ളേര് കുറയണമെന്ന് ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് വളരെ നിർബന്ധം. പ്രകൃതിയിൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഇത്രയൊക്കെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിതരണ ശൃംഖലകളും നിയമങ്ങളും ഒന്നും കാര്യമായി ഇല്ലെങ്കിലും പട്ടിണി കിടക്കാതെ ജീവിക്കുന്നു. ശരിയാണ്, ശരിയാണ്. ഇവിടെ ഒരുമാതിരി ജീവിച്ചു പോവാം. ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ മര്യാദയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ശരിയല്ല, പറയുന്നത് ശരിയല്ല. ഇംഗ്ലണ്ടിൽ പോലും മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സങ്കല്പത്തിലെ അമ്പലം ഉണ്ടായതുകൊണ്ട് ഡോക്ടർമാർക്ക് കഞ്ഞി കുടിക്കാം. ശരിയല്ല? ഇന്ത്യൻ എക്സ്പ്രസ് അവിടുത്തെ റൂൾ അനുസരിച്ച് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അവിടെയും കുറെ ടെമ്പിൾസ് ഉണ്ട്, കണ്ടില്ല? വാർത്ത കണ്ടില്ല? നിങ്ങളാരും വായിച്ചില്ല? നിങ്ങളാരും വായിച്ചില്ല? ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ നന്നായിട്ടാണ് വെച്ചിരുന്നത്. ഇന്ത്യൻ ഡോഗ്സ് ലിവിങ് അപ്പോൺ ടെമ്പിൾ ഫുഡ്. ഇന്ത്യൻ ഡോഗ്സ്, DOC'. നല്ല പത്രക്കാരന്റെ ഭാഷയുടെ ആ ഒരു അതിന്റെ ചാതുര്യം അതിന്റെ ഉച്ചാരണത്തിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ല? ഇന്ത്യൻ ഡോക്ടർമാർ അമ്പലപ്പറമ്പിലെ അന്നദാനം കൊണ്ട് ജീവിക്കുന്നു. മലയാളം പത്രങ്ങളിലും വന്നിരുന്നു. മാതൃഭൂമി. നിങ്ങളിതൊന്നും വായിക്കുക, നിങ്ങൾ വേണ്ടാത്തതൊക്കെ വായിക്കുക.
വല്ല മന്ത്രിമാരും വല്ലയിടത്തും വിലങ്ങിയാലോ പലരും പലയിടത്തുമൊക്കെ പോയി വല്ല കൊള്ളിക്കരുതാഴിയും കാണിച്ചാലോ അത് അക്ഷരം പ്രതി മൈക്രോസ്കോപ്പ് വെച്ച് വായിച്ചു നോക്കി നിങ്ങൾ ആ വഴിക്കൊക്കെ യാത്ര ചെയ്ത് ഗതികേടിലാവും. ഇവിടുന്ന് പോയാൽ ജോലിക്ക് പോയ ഡോക്ടർമാരാണ് അവര് അമ്പലത്തിലെ പടച്ചോറ് പിടിച്ച് അമ്പലത്തിന്മേൽ അന്തി ഉറങ്ങി കഴിയുന്നു എന്നാണ്. വായിച്ചില്ല? അല്ല, ആരും വായിച്ചില്ല. നോട്ട് വൺ വായിച്ചു. ശരിയാണ് ഞാൻ പറഞ്ഞു. കള്ളമല്ലല്ലോ. ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ ഹെഡിങ്? വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സാണ് അത് നന്നായിട്ട്, അവരുടെയാണ് ഈ ഹെഡിങ് ഗംഭീരമായിരുന്നത് പലപ്പോഴും. അപ്പം അതുകൊണ്ട് വാർത്ത എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഭാരതത്തിന്റെ മണ്ണിന്റെ ഒരു പ്രത്യേകത, ജനസംഖ്യ ഇത്രയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണത്തിനൊന്നും ആരും പോയി തെണ്ടുന്നില്ല. സ്വന്തം സ്ഥാനമാനങ്ങൾക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും വഴി വെട്ടുന്നതിൽ നിന്ന് വെട്ടാനും ഡാം കെട്ടുന്നതിൽ നിന്ന് വെട്ടാനും ഒക്കെ വേണ്ടി മാത്രമേ പോയി തെണ്ടുന്നുള്ളൂ. എന്നിട്ട് അതെല്ലാം നിങ്ങൾക്ക് അന്നം തരാനാണ് തെണ്ടുന്നതെന്നാണ് പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത്. ശരിയല്ല. ഇവിടെ ജനങ്ങൾ ഒരുമാതിരിയൊക്കെ പരസ്പരം സഹകരിച്ചും സഹായിച്ചുമൊക്കെ കഴിയുന്നുണ്ട്. സുനാമിക്ക് തെണ്ടിക്കൊണ്ടുവന്നതും സുനാമിക്ക് ഇവിടുന്ന് പിരിച്ചതും ഒക്കെ സ്വാഹ. അവസാനം ഇവിടെയുള്ളവരെല്ലാം കൂടി കെട്ടിക്കൊടുത്തതൊക്കെ ഉണ്ടാവും. റൈറ്റ്. ശരിയല്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയാണ് തെണ്ടുന്നതെന്നാണ് വൈപ്പ്. ധനം തിന്നാൻ പറ്റില്ല. ഇവിടെ ഒരു മുട്ട വാങ്ങിക്കാൻ 1.5 രൂപ മറ്റോ കൊടുത്താൽ മതി. അല്ലേ? അല്ലേ? ഇത് സാധാ കടയിൽ നിന്നാണെങ്കിൽ ഒരു ചോറുണ്ണാൻ 12 രൂപ മതി എന്ന് തോന്നുന്നു. ശരിയാണ്. കേരളത്തിൽ 12 രൂപ കൊടുത്താൽ ഒരുമാതിരി വയറ് നിറച്ച് ചോറുണ്ണാം. സ്വാദോടെ ഉണ്ണാം. ഒരുമാതിരി ഇഷ്ടം പോലെ സ്വാദോടെ ഉണ്ണാം. ഒരുമാതിരി വൃത്തി ഉണ്ടായിരിക്കും. ഒരു 24 രൂപ കൊടുത്താല് സ്വാദില്ലാതെ ചപ്പിച്ചവറുമൊക്കെ തിന്നാം. ഒരു 150-200 രൂപ കൊടുത്താല് കഞ്ഞിവെള്ളത്തിൽ മുളക് പൊടിയൊക്കെ ഇട്ട് പഴയൊരു കുന്തോക്കുമൊക്കെ അതിനകത്ത് കൊണ്ടെന്ന് വെച്ച്, അല്ലേ? അങ്ങനെയല്ലേ അതിന് പറയാം. ആദ്യം കഞ്ഞിവെള്ളം കൊണ്ടുതരും, നല്ല ഉടുത്തൊരുങ്ങി ഒരുത്തൻ. അവന്റെ തൊപ്പിക്കും ഉടുപ്പിനും ഒക്കെ അവസാനം ഈ കഞ്ഞിവെള്ളത്തിന് 12% ടാക്സ്. കഞ്ഞിവെള്ളത്തിന് ടാക്സ് കൊടുത്ത് കുടിക്കാൻ പോകുന്ന മാന്യന്മാർ. ശരിയല്ല. ഞാൻ പറഞ്ഞത് അസത്യമാണ്. ഞാൻ പറഞ്ഞൊരു അസത്യമാണെന്ന് തോന്നുന്നു നിങ്ങൾ നോക്കുന്ന കാണുമ്പോൾ. എറണാകുളത്തൊക്കെ ഉണ്ട് ഈ കഞ്ഞിവെള്ളം ഗംഭീരമായിട്ട്. അത് കൊണ്ടുവരുന്നവർക്ക് കാണാൻ നല്ല രസമാണ്. ആദ്യം ഒരു സ്റ്റീൽ തളിക, അതിനകത്ത് പിന്നൊരു കപ്പ്, അതിനകത്തൊരു സോസർ, അതിനകത്ത് ഈ കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം ഗ്ലാസ്സിൽ നേരെ കൊണ്ട് തന്നാൽ കഞ്ഞിവെള്ളം എന്നല്ല, ഇതിന് സൂപ്പെന്നാ പേര്. അങ്ങനെയാണ് അവർ പദം ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് നീ തരും. അത് രസമാണ്. നമ്മളോട് ഇരുന്ന് മാന്യത കാണിക്കാൻ സ്പൂണ് കൊണ്ട് കോരും. പണ്ടിവനൊക്കെ പശുക്കുട്ടി വെള്ളം കുടിക്കുമ്പോ തല അകത്തോട്ടിട്ട് പിണ്ണാക്കി തപ്പിയ പോലെ കുടിച്ചിട്ടുള്ള സാധനമാണ് ഇപ്പൊ ഇവനിരുന്ന് സ്പൂണിന് കോരി അതൊക്കെ കുടിച്ച് കാണിക്കും. ഒരു അരമണിക്കൂർ ഇരുന്ന് ലാത്തിയൊക്കെ അടിച്ച് മറ്റേ ഇത് സ്പൂണിന് കോരി. ഇതിന് ഒരു രുചിയില്ലെങ്കിലും എക്സലന്റ്, മാർവലസ്, ഈ പദങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയാൽ. ഇതാണ് കുടിക്കുക. അപ്പൊ അങ്ങനെയുള്ളതും കിട്ടും. അവസാനം കയ്യിലെ കാശുമൊക്കെ കൊടുത്ത് ഇറങ്ങിപ്പോരാവും. ഇതിൽ ഏറ്റവും താഴെയുള്ളത് മുതൽ മുകളിലുള്ളത് വരെ ഉണ്ടെങ്കിൽ ഭക്ഷണം ഒരു 12 രൂപയ്ക്കൊക്കെ സാമാന്യമായി നമ്മുടെ നാട്ടിൽ കിട്ടും. അതേ ഭക്ഷണം ഒരു ചപ്പാത്തിയോ ഒരു മസാല ദോശയോ ഒക്കെ ആ വികസിത രാജ്യങ്ങളിൽ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം നോക്കുക.
ഇതിന്റെ 40ഉം 50ഉം ഇരട്ടി കൊടുക്കണം. മനസ്സിലായില്ല? അതും പോരാ, അതും പോരാ, അതിൽ കൂടുതലാവും. ഇപ്പൊ സാങ്കേതിക നിയമങ്ങളും പരിഷ്കാരങ്ങളും അതുപോലെ ഇവിടെ വന്നാൽ സംശയിക്കേണ്ട, അത്രയൊക്കെ കൊടുക്കണം. സാധനത്തിന്റെ വില കൊണ്ടല്ല, പരിഷ്കാരം കൊണ്ട് വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ല? കൃഷി ഇന്നും അങ്ങനെ ആക്കാത്തത് കൊണ്ട് നമുക്കിവിടെ കാർഷിക വിഭവങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് 2.5 പൈസയ്ക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബ്ലേഡ് അത് മേടിക്കാൻ എത്തുമ്പോൾ അത് 50ഓ 100ഓ രൂപയ്ക്കായിട്ട് മാറുകയാണ്. അത്രയും വർധനവുണ്ടാവുകയാണ്. സാങ്കേതിക ജ്ഞാനത്തെ മാനവനിർമ്മിതങ്ങളായതുകൊണ്ട് അതിന്മേൽ വിലയേറ്റുന്ന ലോകം, മാനവനിർമ്മിതങ്ങളല്ലാത്ത പ്രാകൃതങ്ങളായ സൃഷ്ടികൾക്കുമേൽ പേറ്റന്റ് എടുത്ത് അവയിൽ ജീവസൃഷ്ടിയുടെ സങ്കല്പം വരുത്തി വിലയേറ്റാൻ ലോകമെമ്പാടും ശ്രമിക്കുകയാണ്. അതിനാണ് പേറ്റന്റ് നിയമം. എന്റേതല്ലാത്ത വസ്തുവിൽ എന്റെ മുദ്ര പതിഞ്ഞപ്പോൾ വിലയേറി. വിലയേറ്റുന്നത് സങ്കല്പത്തിലൂടെയാണ്. ഒരു പുല്ലുപോലും മുളയ്ക്കുകയില്ലാത്ത നിങ്ങളുടെ എറണാകുളത്തെ NH-ന്റെ സൈഡിലെ 1 സെന്റിന്റെ വില എല്ലാം വിളയുന്ന നാട്ടിൻപുറത്തെ 1 സെന്റിന്റെ വിലയുമായി താരതമ്യം ചെയ്യുക. മനസ്സിലായില്ല? രണ്ടും മണ്ണാണ്. അവിടെ നല്ല വായു കിട്ടും, അവിടെ നല്ല ജലം കിട്ടും, അവിടെ നല്ല ജീവിതം കിട്ടും. മനസ്സിലായില്ല? ഇവിടെ അഴുക്കുചാലിലെ വെള്ളം കുടിക്കണം, വായു മലിനമാണ്. മനസ്സിലായില്ല? അപ്പോ നിങ്ങളുടെ ഭാവനയിലാണ് ഇതിന്റെ വില, വസ്തുവിനല്ല. ഭാവന ഈശ്വരസൃഷ്ടവും ജീവസൃഷ്ടവും എന്ന് രണ്ടില്ല, ജീവസൃഷ്ടമേ ഉള്ളൂ. ജീവസൃഷ്ടിയിലാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ. ബ്രഹ്മം ഏകവും അദ്വയവുമായ അറിവാണ്. അത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് അതിന്റെ ഭാവന, അതിനെ അറിയുന്നത് അതായിത്തീരും. ബാക്കിയെല്ലാം ജീവസൃഷ്ടിയിൽ മാത്രമുള്ളതായതുകൊണ്ട് അതായിത്തീരില്ല. അതുകൊണ്ടാണ് അജ്ഞാനം കൊണ്ട് ജീവഭാവം ഉണ്ടായതാണ്. അതിന്റെ നിവൃത്തി ജ്ഞാനം കൊണ്ട് മാത്രമാണ്. പണ്ട് മുതലേ വിദ്യമാനമായ ബ്രഹ്മഭാവം കേവലം ആവിർഭൂതമായെന്നേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളത്. അതൊരു കഥ പറയും. പണ്ട് ഒരു രാജാവ് പണ്ട് വേട്ടയ്ക്ക് പോയി. കൂടെ തന്റെ കൊച്ചിനെയും കൊണ്ടുപോയി, കുട്ടിയെയും കൊണ്ടുപോയി. അങ്ങനെ വേട്ടയ്ക്ക് പോയിട്ട് കുട്ടിയെ വിട്ടു രാജാവ്. മാനിന്റെ പുറകെ പോയത്. കുട്ടിയെ കയ്യിൽ നിന്ന് പോയി. കുട്ടി ഒരിടത്ത് ഇരുന്നു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കരടി വന്നു, ഒരു മനുഷ്യക്കരടി. ഇവനെ എടുത്തുകൊണ്ട് പോയി. അതിന്റെ കൂടെ വളർന്നു. മനുഷ്യക്കരടിയുടെ കൂടെ തണുപ്പൊക്കെ കൂടുതലായിട്ട് കുറച്ച് രോമമൊക്കെ ഉള്ളത് വളർന്നു. അങ്ങനെ കരടിയെ പോലെ ഇത് വളരുകയാണ്. അപ്പൊ കരടിയുടെ പ്രകൃതമൊക്കെയായി. കരടി കഴിക്കുന്ന പോലെ കഴിക്കുക, കരടി ഓടുന്ന പോലെ ഓടുക. രാജാവ് കുട്ടി നഷ്ടപ്പെട്ടു വർഷങ്ങളായി. എന്റെ ദുഃഖത്തിൽ നിന്നും കരകയറിയില്ലെങ്കിലും കുട്ടിയെ ഇനി കിട്ടുകയില്ല എന്നുള്ള വിചാരത്തിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു വേട്ടയ്ക്ക് പോകും. ഈ കുട്ടിയെ കിട്ടി.
അപ്പൊ താൻ കരടിക്കുട്ടിയാണെന്നുള്ള ബോധത്തോടെ മാത്രമാണ് പെരുമാറുന്നത്. വളരെ പാടുപെട്ടു. ഇതിനൊന്ന് മനുഷ്യക്കുട്ടിയാക്കാമെന്നുള്ള വിചാരത്തിൽ കൊണ്ടുവന്നു, കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചു, വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. എങ്കിലും പ്രകൃതമൊക്കെ തരം കിട്ടിയാൽ കരടിയുടെയാണ്. ഒടുവിൽ മന്ത്രി വളരെ സമർത്ഥനായതുകൊണ്ടെന്നൊരു കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ച് അവന്റെ രൂപം തങ്ങളുടെ രൂപം പോലെയാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അവന് സ്മൃതി വന്നു. ഇതുപോലെ വാസനകൾ കൊണ്ട് നാം ധരിച്ചിരിക്കുന്ന രൂപങ്ങൾ അത്രയും അസ്തമാകുന്ന ശ്രൗതമായ ശ്രവണത്തിന്റെ ശുദ്ധമായൊരു കണ്ണാടിയിൽ നാം നമ്മുടെ പ്രതിബിംബത്തെ കാണുമ്പോൾ വിസ്മൃതികളെല്ലാം നഷ്ടപ്പെടുകയും സ്മൃതിയുണ്ടാവുകയും ചെയ്യുന്നതാണ് ഇത്. ആ സ്മൃതിയിൽ ഞാൻ അറിവ് മാത്രമാണെന്ന് ബോധ്യമാവും. അപ്പോൾ മാത്രമേ ബോധ്യമാവൂ. ഉദാഹരണം നല്ലതുപോലെ മനസ്സിലായി എങ്കിൽ ഇപ്പോൾ തന്നെ ബോധ്യമാകാം. തൽക്കാലം ഇതിനകത്ത് വെച്ച് ബോധ്യമാവുകയും പുറത്താവുമ്പോൾ വീണ്ടും ബോധ്യം പോവുകയും ചെയ്യാം. ബോധ്യം ഇപ്പൊ തന്നെ ഉണ്ടായാൽ ആ ഒരു സ്മൃതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മ വേദ ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമാകുന്നു. എപ്പോഴാണോ ഈ സ്വരൂപ ദർശനം സാധിക്കുന്നത്, അനന്തങ്ങളായ രൂപങ്ങളെല്ലാം വിസ്മൃതമാവുകയും താൻ ഏകവും അദ്വയവുമായ ബോധമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അത് ബോധ്യപ്പെട്ടാൽ പൂർണ്ണമായി തൃപ്തമായി. ഇതുപോലെ ജീവാത്മാവ് മുമ്പേ ബ്രഹ്മമാണ്. മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ, കരടിയായിത്തീർന്ന കുഞ്ഞിന്റെ ഉദാഹരണം പോലെ നമുക്ക് മുമ്പേ ഇത് ബ്രഹ്മം തന്നെയാണ്. അവിദ്യ കൊണ്ട് സ്വയം പരിച്ഛിന്നനായി, ദീനനായി, ഹീനനായി ജീവനെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. സ്വരൂപ വിസ്മൃതി അഥവാ അന്യഥാഗ്രഹണം കൊണ്ട് അത് പരിച്ഛിന്നം, ഏവം തുച്ഛമായി, കിഞ്ചിജ്ഞമായി ശരീരവുമായി താദാത്മ്യാധ്യാസമുണ്ടായി. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, 3 ശരീരത്തിൽ താദാത്മ്യം. പ്രത്യേകം ഓർക്കണം. 1 ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താദാത്മ്യം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താദാത്മ്യം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണശരീര താദാത്മ്യം. ഇത് നമ്മൾ ഡീറ്റെയിലായിട്ട് എടുത്തിട്ടുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ ആ കണ്ട് കഴിഞ്ഞ കാര്യവുമായി നമ്മളുടെ മനസ്സ് താദാത്മ്യം പ്രാപിക്കുമ്പോൾ ശോകമോഹങ്ങൾ ഉണ്ടാകുന്നത് സ്ഥൂല ശരീരത്തിലാണ്. അങ്ങനെ സ്ഥൂല ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ ദുഃഖങ്ങളുണ്ട്, ഒട്ടേറെ സുഖങ്ങളുണ്ട്. സ്ഥൂല ശരീരത്തിൽ ഇന്ദ്രിയജനിതമായ അനുഭവം ഉണ്ടായി. ആ സ്ഥൂല ശരീരത്തിലെ അനുഭവം ഉണ്ടായ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്നമായി കഴിഞ്ഞ് ആ അനുഭവമൊക്കെ പോയി, കാലം മാറി. എന്നാലും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അവിടെ കിടക്കും. അത് ചിലപ്പോൾ ഉൽപ്പന്നമാവും, ഉത്ബുദ്ധമാവും. അത് ഉത്ബുദ്ധമാവുമ്പോൾ സ്വപ്നങ്ങളുണ്ടാവും. അതാണ് പറ്റുന്നത്. ഒരാൾ ബസ്സിൽ കയറി പുറകിലെ സീറ്റിനടുക്കൽ നിന്നു. ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമായപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിന്റെ സ്പർശനത്തിന്റെ സുഖം അനുഭവിക്കുന്നത് നിന്നാൽ വണ്ടിയിലുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി സീറ്റുണ്ടായാലും ചിലപ്പോൾ കാണുകയില്ല. പിന്നെ കണ്ടക്ടർ മുമ്പിൽ നിന്ന് വിളിച്ചു പറയും, ആ സ്ത്രീകളുടെ സീറ്റിന്റെ അടുക്ക നിൽക്കുന്ന ചേട്ടൻ ഇവിടെ വന്ന് ഇരുന്നാട്ടം. ഇത് കാരണം ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധമായി നിൽക്കുകയാണ്. ഇത് കണ്ടക്ടർക്ക് അറിയാവോ? നിൽക്കുന്നവനറിയാവോ? അതിന് ചൂടാകുന്ന സ്ത്രീകൾക്കറിയാവോ? മനസ്സിലായില്ല.
മറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ബോധം ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് വിളിച്ചിട്ട്, ചേട്ടാ ഇത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധതയാണ്. ഈ ലോകത്തെ ഇങ്ങനെ കാണാൻ പഠിക്കണം. ഇങ്ങനെ കാണുമ്പോഴേ ഈ അറിവിന്റെ ഒരു സുഖം കിട്ടുന്നു. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ട് ഇത്രയും ചിരിച്ചു, അപ്പൊ ഇത് അനുഭവിച്ചാലെന്ന് ചിരിയുണ്ട്. can you imagine? ഇതിലും രസമുള്ള രംഗമുണ്ട്. ഇത് ഞാൻ വളരെ ചെറിയ നമ്പറുകൾ. ചിലപ്പോ ഇവളുടെ കൂടെ ഇവിടെ ആങ്ങളുണ്ടാകും, നല്ല തള്ളലായിരിക്കും, നല്ല മീശയൊക്കെ വെച്ചൊരു തടിമാടം, ചിലപ്പോ ഭർത്താവായിരിക്കും. അപ്പം ഇവിടെ പതുക്കെ മുട്ടി നിന്നപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ മുട്ടുമ്പോൾ ഓരോ തള്ളൽ വരുമ്പോഴും ഒന്നുകൂടെ അടുത്ത് മുട്ടാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇവൻ വെളിയിലോട്ട് നോക്കി എന്തൊക്കെയോ കണ്ടോണ്ടേ മുട്ടുള്ളൂ. കാരണം ഇവനറിയാം ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന മുട്ടാൻ പ്രേരിപ്പിക്കുകയും അതിനു മുമ്പുള്ള ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന ഉത്ബുദ്ധമാകുമ്പോൾ തല്ലുകൊള്ളുവെന്ന് പറയുകയും ഒന്ന് ചെയ്യും. മനസ്സിലായില്ല? അത് കണ്ടിട്ടില്ല? അത് വളരെ രസമുള്ളതാണ്. അപ്പൊ ഇവന്റെ തന്നെ രണ്ട് വാസനയാണ്. ഒന്ന്, ഇത് മുട്ടണം എന്ന് പ്രേരിപ്പിക്കുന്ന ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന ഉത്ബുദ്ധ വാസന, സ്വപ്നം. മുട്ടിയാൽ നിശ്ചയമായും തല്ലുകൊള്ളുവെന്ന് മുമ്പ് വാങ്ങിച്ച തല്ലിന്റെ ഉത്ബുദ്ധ വാസന. അപ്പൊ ഇവന്റെ നിപ്പിനൊരു പ്രത്യേകതയാണ്. ഇവൻ പുറത്തെ പോസ്റ്റ് എണ്ണുക, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക, ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ മുട്ടുന്നത്. ഈ രണ്ട് വാസനയുടെ ഉത്ബുദ്ധതയുടെ ഇടയിൽ ഇവൻ നിൽക്കുമ്പോൾ പതുക്കെ ഈ കുട്ടിയെ പിടിച്ചു മാറ്റിയിട്ട് ഈ തടിമാടൻ ചേട്ടൻ കയറി അവിടോട്ട് നിൽക്കും. മനസ്സിലായില്ല? ഇവന്റെ മുട്ടിങ്ങനെ ആഞ്ഞാഞ്ഞ് മുട്ടി വരുമ്പോ ഇടയ്ക്ക് ഇവൻ അറിയാതെ ഒന്ന് നോക്കുമ്പോ ഇയാളുടെ ഈ മീശ കാണും. ഇപ്പൊ ഇവനിൽ രണ്ട് ഉത്ബുദ്ധവാസനകളും മറഞ്ഞ് മൂന്നാമതൊരു ഉത്ബുദ്ധവാസന വരും. ആ ഉത്ബുദ്ധവാസനയിൽ ഇവൻ ജാഗ്രത അഭിമാനിയായി തീർന്ന് കണ്ടക്ടറോട് പറയും, ഇറങ്ങാറായി ഒന്ന് നിർത്തിക്കോണം. ഇതൊക്കെ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായ ശരീരങ്ങളിൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ, ഉത്ബുദ്ധങ്ങൾ, അനുത്ബുദ്ധങ്ങൾ, അനുഭവങ്ങൾ, ഈ മൂന്നെണ്ണമായി കണ്ടാൽ ഈ പ്രപഞ്ചമാകെ രസകരമാണ്. ഇവിടെ ജനിച്ചതൊന്നും ഒരു നഷ്ടമാണെന്ന് തോന്നൂല, ജനിച്ചിട്ട് ഇല്ലെന്നും ഉണ്ടെന്നും തോന്നൂല. ജനനമുണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, മോക്ഷം വേറെ അന്വേഷിക്കാനുമില്ല. അപ്പോഴാണ് അവൻ കൃതകൃത്യനും ഞാൻ അതാണെന്ന് ബോധ്യമുള്ളവനും ഞാൻ ജനിച്ചോ മരിച്ചോ പോകുന്നവനല്ലെന്നും ഞാൻ ബ്രഹ്മം തന്നെയാണെന്നും ഒക്കെയില്ല. കാരണം ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായി മറയുന്നതാ, ഉള്ളതിത് മാത്രം. Can you imagine? അനുഭവിച്ചോ നല്ല ചോദ്യം. ജസ്റ്റ് ഇമാജിൻ. അതുമില്ല. ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ളതായി പ്രപഞ്ചം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ഇതും അന്യഥാഗ്രഹണം കൊണ്ട് തുച്ഛമായി ശരീരവുമായി താതാത്മ്യാധ്യാസമുണ്ടായി. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. രാജകുമാരനുണ്ടായതുപോലെ സ്വരൂപ വിസ്മൃതി ഏവം അന്യഥാഗ്രഹണം. അതിന് ആചാര്യന്മാർ പറയുന്ന പദം പുരുഷാപരാധമെന്നാണ്. സർവജ്ഞാത്മ മുനി അദ്ദേഹമൊക്കെ പറയുന്നത് പുരുഷാപരാധമെന്നാണ്. അത് ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ ഊരിപ്പോരാൻ വലിയ പാടാണ്. ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചര്യാചാര്യാണ്, ഇതൊക്കെ പുരുഷാപരാധമാണ്, ഉള്ളതല്ല. തലേ കയറി പിടിച്ചാൽ വലിയ പാടാണ്. ഞാൻ ഉദ്യോഗസ്ഥനാണ്, അനുദ്യോഗസ്ഥനാണ്, ഞാൻ മകനാണ്, അച്ഛനാണ്, അമ്മയാണ്, ഇതെല്ലാം പുരുഷാപരാധമാണ്. യഥാർത്ഥ പുരുഷനിൽ അപരാധമുണ്ടാക്കിയാണ് സുഖം തേടുന്നത്. അപരാധം തന്നെ ദുഃഖമാണ്. മനസ്സിലായില്ല? അപരാധം തന്നെ ദുഃഖമാണ്. ഏകവും അദ്വയവുമായ ബോധമായ ഞാൻ
സന്യാസിയാണെന്നൊരപരാധം എന്റെ ബോധത്തിലേക്ക് കടന്നുകൂടിയാൽ ജനങ്ങളൊക്കെ എന്നെ ബഹുമാനിക്കണമായി. മനസ്സിലായില്ല? എനിക്ക് തരേണ്ടതൊക്കെ ഇങ്ങനെയാണ് കൊണ്ട തരേണ്ടതെന്നായി. ഇതിനൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ എന്റെ സ്ഥൂല ശരീരവും എന്റെ സൂക്ഷ്മ ശരീരവും കാരണശരീരവും തമ്മിൽ, എന്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരം മാത്രമല്ല തപിക്കുന്നത്, എന്റെ കൂടെയുള്ള സിൽബന്ധികളുടെ ഒക്കെ ശരീരം തപിക്കും. മറ്റോ പിന്നെ ഓടുക നിർത്തിയുള്ളൂ. ഇത്ര വലുതാണെന്ന് നോക്കണം ഈ അജ്ഞാനം, ചെറുതല്ല. ഞങ്ങളുടെ സ്വാമിയോട് അങ്ങനെയാണോ പെരുമാറി? അങ്ങനെയാണോ പെരുമാറേണ്ടവർ? എല്ലാം വിധിവിഹിതമാണെന്നും പ്രാരബ്ധവശമാണെന്നും അതുതന്നെയാണ് നീ പെരുമാറേണ്ടതെന്നും അതാണ് ഞങ്ങളുടെ സ്വാമിക്ക് ഇഷ്ടമെന്നും അതാണ് അദ്ദേഹം കാത്തിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങൾ തീരുന്നത് ഇങ്ങനെയാണെന്നും അദ്ദേഹം അതുതന്നെയാണ് സമ്മതിക്കുന്നതെന്നും ഞങ്ങൾക്കും സമ്മതം അതാണെന്നും ഇങ്ങനെ അല്ലാതെ പെരുമാറിയാലാണ് അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നതെന്നും പറയാനുള്ള അറിവ് വരില്ല. നോ. യെസ്. അപ്പൊ ഈ പഠിത്തമൊക്കെ ഇതിലൂടെയാ പോകുന്നത്. പട്ടണത്ത് പിള്ളേര് പറഞ്ഞ പോലെ പറയാൻ പറ്റണം. പട്ടണത്ത് പിള്ളേര് ഒരിടത്ത് കയറി ചെന്നു, ഭിക്ഷ ചോദിച്ചു, ഭിക്ഷാന്തേഹി. അപ്പൊ എല്ലാരും ഭിക്ഷ കൊടുക്കും. അപ്പൊ ഒരുത്തും തീരുമാനം ചെയ്യുന്നു, നല്ല ആരോഗ്യമുള്ളവൻ ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നു, ശരി കണ്ട് കാണിച്ചു കൊടുക്കാം. വെളിന്ന് വീണ്ടും ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ എണ്ണം വെച്ചു കൊടുത്തു. ഒറ്റ അടിയാണ്. പിള്ളേർ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊരെണ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് കിട്ടാനായാൻ പറ്റും. വെൽ ഡൺ, എക്സലന്റ്. ഇത് തീർന്നാ എന്റെ പ്രാരബ്ധം തീർന്നു. പിന്നെ ഇത് നീ തന്നെ തരേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. അതിന് നിനക്കിത് കിട്ടണമല്ലോ. ഞാനിത് വേറെ തന്നെ കൈമാറി. നമ്മൾ തമ്മിലുള്ള പരിചയം കൊണ്ട് ഇനി നിനക്ക് വെച്ചിരിക്കുന്നത് വാങ്ങുന്നത് ഈ ഒരു അറിവാണ് കിട്ടും. മനസ്സിലാവോ? ഇതിന് പകരം ഇതങ്ങ് ഘനീഭവിച്ചിട്ട് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലുമെല്ലാം ഇതങ്ങ് പ്രിയാപ്രിയങ്ങൾ വളർത്തി ഘനീഭവിച്ചിട്ട് പുരുഷാപരാധത്തിന്റെ എന്തെന്ത് മേഖലകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ പുരുഷാപരാധം പോണം, ഇല്ലെങ്കിൽ ഇത് വളഞ്ഞില്ല. ഒട്ടേറെ സങ്കല്പങ്ങൾ, ഒട്ടേറെ ജൽപ്പനങ്ങൾ എല്ലാം പുരുഷാപരാധത്തിൽ നിന്ന് വരുന്നതാണ്. പുരുഷന്റെ മേൽ നാം ആരോപിച്ചിരിക്കുന്ന അപരാധം കൊണ്ട് ഞാൻ അതാണ്. ഇത് വളരെ രസമാണ്. ഇന്നലെ വരെ നല്ലൊരു ഓടി നടന്ന, കളിച്ച, ചാടിയ, തുള്ളിയ, ആരെയും കാലുമടക്കി അടിക്കാൻ പോകുന്നവൻ ഇന്ന് രാവിലെ ഒരു ചെറിയ തലവേദന വന്നപ്പോൾ പുരുഷാപരാധം കൊണ്ട് അവൻ രോഗിയാണെന്ന് ആദ്യം സങ്കല്പിച്ചു. മണ്ണാങ്കട്ട. ആ മൂലയ്ക്കൊരു തലവേദനയുണ്ട്, സാരമില്ല. കുറച്ചു നേരം തൻ്റെ ഇടവായിട്ട് അത് ശ്രദ്ധിക്കാതെ മേഖലകളിലേക്ക് പോയാൽ തലവേദന തീരുമാനിക്കും, ഇവനോട് രക്ഷയില്ല, അയാൾ പോവും. ഇതിന് പകരം അവനെ അങ്ങ് സീറ്റൊക്കെ കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ച് തലവേദനയെ അംഗീകരിച്ച് അവനൊരു ഇരിപ്പിടവും കൊടുത്ത്, അത് വേറെങ്ങും നീ ഇരിക്കേണ്ട, വേദനയല്ലേ, നീ എന്റെ തലയെ തന്നെ ഇരുന്നോളാൻ സീറ്റ് കൊടുത്തിരുത്തി പാദപൂജയൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് തട്ടമൊക്കെ ഒഴിഞ്ഞ് തലയെ തന്നെ ഇവനെ കയറ്റിയിരുത്തി. ഇനി ഇത് എടുക്കാൻ കുറെ ആളുകളുടെ അടുക്കൽ ഓടുകയാണ്. അവന്മാർ ഇതിലും മിടുക്കന്മാരാണ്. അവിടെ ചെല്ലുമ്പോൾ അവന്മാർ ഈ ഓരോ ഉപകരണമൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പോക്കായ വേദനയാണ്. അതും നേരെ അങ്ങ് സ്വീകരിച്ചു. അഭയവും വരവും ഒക്കെ നൽകേണ്ടവർ, അഭയവരതന്മാർ, അവര് ഇതിനെ നേരെ അംഗീകരിച്ചു.
ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ഇതിന് കാരണവും കണ്ടുപിടിച്ചു. ഇത് തലയിലുള്ളൊരു മുഴയാണ്. അത് ഇനിയങ്ങ് വളരും. മനസ്സിലായില്ല. അപ്പൊ ഇതെല്ലാം ഭാവനയിലായി. ഇപ്പൊ സ്ഥൂല ശരീര താതാത്മ്യമായി സൂക്ഷ്മ ശരീര താതാത്മ്യം വരാൻ തുടങ്ങി. ഇപ്പൊ സ്ഥൂല ശരീരമൊക്കെ കണ്ടു. തലയ്ക്കകത്ത് മുഴയുണ്ട്. തല പുറമേ കാണുന്നെങ്കിലും മുഴയൊന്നുമില്ല, അകത്ത് മുഴയുണ്ട്. അതിന് സൂക്ഷ്മ ശരീരത്തിലെത്തി, മനസ്സിലെത്തി. ഇനി ആളുകളെ വരച്ചൊക്കെ കാണിക്കും. ഇത് തല, ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു മുഴ, അതാ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചത്. ഈ മുഴ ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടും 2 ദിവസം കഴിയുമ്പോഴെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് പൊട്ടുന്നതോടെ ബോധം പോകുമെന്നാണ് ഇപ്പോൾ ഉണ്ടെന്നാണ് ധാരണ. വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ഈ കഥയൊക്കെ വളരെ രസമാണ്. അപ്പൊ ഇത് ജാഗ്രത അധിഷ്ഠാനമായ പുരുഷാപരാധം സ്വപ്നാധിഷ്ഠാനമായി വളർന്ന് നിങ്ങളിൽ തന്നെ നിങ്ങളെ കൊല്ലാനുള്ള വിഷഗ്വരൻ ഉണർന്ന് അവനെ മറ്റവൻ പ്രചോദിപ്പിച്ച് നിങ്ങളിലെ വിഷകരകൾ ഓരോന്നും ഉജ്ജീവിപ്പിച്ച് പുരുഷാപരാധം കൊണ്ട് മൃത്യുവിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, മനസ്സിലായില്ല, ശാസ്ത്രം മൃത്യുവിൻ്റെതായി മാറും. വളരെ രസകരമായി പഠിക്കേണ്ടതാണ്. ഇതിന്റെ വിഷയം വളരെ വിപുലമാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതായതുകൊണ്ട് ഇത്രയും മതി. കാരണം അത് നമ്മുടെ ഇവിടുത്തെ വിഷയമല്ല. പുരുഷാപരാധം എങ്ങനെയായി കയറിപ്പോകുന്നത്? പുരുഷാപരാധത്തിൽ ഒരെണ്ണം മറ്റൊന്നിന് വിരുദ്ധമായി വന്നാൽ ഇത് കയറുകയില്ല. തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ഒരുമാതിരി പരുവായി. അപ്പോഴാണ് ഇവന്റെ ആജന്മ ശത്രു കയറി വരുന്നത് പുറത്തുനിന്ന്. അപ്പൊ നേരത്തെ ഇവൻ അറിവ് കിട്ടി, ഇത്ര മണിക്ക് നമ്മുടെ ജന്മശത്രു വരുന്നുണ്ട്, ഈ കാഴ്ച കാണാനാണ് അവൻ വരുന്നത്. ശരി മക്കളെ, കസേരയൊക്കെ എടുത്ത് വെളിയിലേക്കിട്ട്. മനസ്സിലായില്ല. കസേര വെളിയിലേക്ക് ഇട്ടു. നടക്കാൻ മേലാത്തവൻ നടന്നു. വടിയൊന്നും വേണ്ട, വടിയൊക്കെ അകത്ത് വെച്ചാൽ മതി. അവൻ കാണണ്ട വടിയെടുക്കുന്നത്. മനസ്സിലായില്ല. ഇവനെ നേരിട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തലവേദനയില്ല. ഒരു പുരുഷാപരാധത്തെ വേറൊരു പുരുഷാപരാധം കൊണ്ട് നേരിടാൻ കഴിഞ്ഞാൽ രോഗങ്ങളും പോവും, പ്രിയം കൊണ്ടും പോവും. മേല, കാലുവേദന, കൈവേദന, നടുവേദന, ഇന്നെന്നെ വിളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം, ഇന്നെന്നെ വിളിച്ചാൽ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് കയറി കിടക്കുകയാണ് പുതച്ചു മൂടി. മൂത്ത മകൻ ഓടിച്ചെന്ന് പറഞ്ഞു, അമ്മേ ഇന്ന ആള് വരുന്നുണ്ട്, വളരെ പ്രിയമുള്ള ആളാണ്, ആരുമാകാം, നിങ്ങളുടെ സങ്കല്പത്തിലെ ആരുമാകാം, പഴയൊരു പ്രിയനാകാം, ബന്ധുവാകാം, നിങ്ങൾക്കെല്ലായ്പ്പോഴും ആരാധിക്കുന്ന ഒരു കഥാപാത്രമാകാം, ഒരു സ്വാമിയാകാം, ആരുമാകാം, ആരോ ഒരുത്തം വരുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല കിടപ്പാണ്, എന്നെ വിളിക്കരുത്, ഞാൻ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞാണ്. അവിടുന്ന് ചാടി എഴുന്നേറ്റ് 5 മിനിറ്റ് കൊണ്ട് കുളിച്ചു. ഇതുവരെ 5 മിനിറ്റ് കൊണ്ട് കുളിക്കാൻ പറ്റിയിട്ടില്ല. 5 മിനിറ്റ് കൊണ്ട് കുളിച്ച് തലതൊർത്ത് റെഡിയായിട്ട് വന്ന് 15 മിനിറ്റ് കൊണ്ട് ആഹാരങ്ങളെല്ലാം ഉണ്ടായി. ടപ്പെന്നാണ്. ഒരു ഭാഗത്ത് ഉള്ളി അരിയുന്നു, വേറൊരു ഭാഗത്ത് ചപ്പാത്തി ഇടുന്നു, വേറൊരു ഭാഗത്ത് തേങ്ങ ചിരണ്ടുന്നു. ഇന്ന് പിള്ളേരും വേണ്ട, ആരും വേണ്ട, വേലക്കാരിയും വേണ്ട, ഒരാളും വേണ്ട. റൈറ്റ്? ഒരാളുടെ സഹായം വേണ്ട. ആരെങ്കിലും അടുക്കളയിലേക്ക് വേണ്ട, അവിടെ പോയിരുന്നാൽ മതി. ഇതെന്താ പറ്റി കിടപ്പിന്ന് എല്ലാവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇതുവരെ കിടക്കുകയായിരുന്നു, അതോ റാ പോലെ വളഞ്ഞു കിടക്കുകയായിരുന്നു. അവിടുന്ന് ഏറ്റു വന്നിട്ട് ഈ ഒരൊറ്റ പ്രയോഗം പ്രയോഗിക്കും. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് പിന്നെ ഈ വേദനയൊന്നുമില്ല. കാരണം ഇനി ഉടനെ വേദന എന്ന് പറഞ്ഞ് പോയി കിടന്നാൽ വീട്ടിലുള്ളവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ പുരുഷാപരാധം സജീവമായി നിൽക്കുന്നത് കൊണ്ട് വളരെ ശക്തമായി അതേ ഞാൻ ആ വോളിനി പറിക്കാൻ അതിത്രയും മെച്ചമുള്ളതാണെന്ന് ഇപ്പോഴറിയില്ല. പിള്ളേരോട് ഇങ്ങനെയൊക്കെയാ പറയാ. അതിന്റെ ആ മെച്ചം കൊണ്ടാണ് വേദനയൊക്കെ പോയത്. ഇതെല്ലാം കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കിടപ്പിലാകുമ്പോൾ ഇത് കേട്ട പിള്ളേരുണ്ട്. അവനിലും ഉണ്ട് ഈ പുരുഷാപരാധം.
അവൻ ഈ വോലിനി എടുത്തുകൊണ്ടിരും. ഇത് വരട്ടാ, അത് വരട്ടുകയൊന്നും വേണ്ട, അത് അന്ന് പ്രയോജനപ്പെട്ടു, ഇപ്പൊ ഒരു പ്രയോജനം. അമൈറായി. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ? എവിടെയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ? എവിടെയാണ് നിങ്ങളുടെ വേദനകൾ? എല്ലാം പുരുഷാപരാധ നിർദ്ദിഷ്ടമാണ്. പദം മനസ്സിലായി? കഥ മനസ്സിലായി? ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും അവസാനം വന്ന കുറച്ചു പേരുണ്ട്, ഇനിയും 2 മരുന്ന് കുറിച്ച് തന്നാലേ മാറുള്ളൂ എന്ന് പറയുന്നു. കഷ്ടം. തിരിച്ചു കടിക്കുന്നത് തൻ്റെ ഇടം കിട്ടാൻ. പാമ്പ് കടിക്കുമ്പോൾ കയറുന്ന സാധനവും പ്രോട്ടീനാണ്, ശുദ്ധമായ പ്രോട്ടീനാണ് ബ്ലഡിലേക്ക് കയറുന്നത്. പൂർവാനുഭവത്തിലെ ഭയമെല്ലാം എരച്ചു കയറുമ്പോൾ ഹിസ്റ്റമിൻ ഉണ്ടാവും, മരണകാരണമാവും. പ്രോട്ടീനും ചിലപ്പോൾ കിഡ്നിയെയൊക്കെ അല്പനേരത്തേക്ക് വിഷമിപ്പിക്കും. അതിൽ ഭയമൊട്ടും വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഗതികേടുണ്ടാവില്ല. പണ്ടുള്ളവരതിന് പറയും, പെര കെട്ടിമേയുന്നൊരു വീട്ടില് ഒരുതൻ പെര കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓല കുത്തുന്ന ഒരു സാധനമുണ്ട്, ഓല കുത്തുന്ന വാരി. ആ വാരിക്കിടയിൽ ഇങ്ങനൊരു കൂർത്ത ഒരു സൂചി ഉണ്ടാവും. സൂചിയും തന്നെ അതിന് പറയാം. ഈ മുളയുടെ ഇതുകൊണ്ടൊക്കെ ചെത്തി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കവുങ്ങിന്റെ വാരി കൊണ്ട്. അപ്പം അതുകൊണ്ട് കുത്തി ഇവൻ കെട്ടിയൊക്കെ പോയി. പെട്ടെന്ന് ഇവന്റെ കൈ മുറിഞ്ഞു, ബ്ലഡ് വരുന്നുണ്ട്. അവൻ വലിച്ചു കളഞ്ഞു, ഇറങ്ങി വന്നു, കുഴപ്പമൊന്നുമില്ല. 1 വർഷം കഴിഞ്ഞ് അടുത്ത തവണ ഇത് അഴിക്കാൻ കയറിയപ്പോൾ ഇവൻ ഇവിടെ അഴിച്ചപ്പോഴാണ് അവിടെ ഒരു പാമ്പ് ചത്തിരിക്കുന്നത്. അവിടുന്ന് ബോധം കിട്ട് താഴെ വീണുന്നാണ്. കാരണം അന്ന് കടിച്ച വിഷം ഇപ്പോഴായ 1 കൊല്ലം മുമ്പുള്ള വിഷം അവിടെ തമ്പിച്ചിരിക്കുകയായിരുന്നു. ഈ വിഷം കയറിയതും താഴെ വീണു. ഇങ്ങനെയാണ് എല്ലാ വിഷവും. മനസ്സിലായി? വിഷകലയും അമൃതകലയും ഒക്കെ നമ്മുടെ ഉള്ളിലാണ്. സോ ബി ബ്രേവ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ തൻ്റെ ഇടമുണ്ടോ? എല്ലാം പുറത്തു നിൽക്കും. ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങ് കയറും. എല്ലാം കയറുമ്പോഴും യാതൊരുവൻ ചലിക്കാതിരിക്കുന്നു. അതാണ് നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മം അറിയുന്നവൻ ബ്രഹ്മമാകുന്നു. അപ്പൊ ഇതുപോലെ ജീവാത്മാവ് മുമ്പേ ബ്രഹ്മമാണ്. അതുകൊണ്ട് പരിച്ഛിന്നം ഏവം തുച്ഛമായി ശരീരവുമായി താതാത്മ്യ അധ്യാസമുണ്ടായി, രാജകുമാരനുണ്ടായ പോലെ. അതാണ് പറ്റുന്നത്. അപ്പോൾ പ്രത്യഭിജ്ഞ ഉളവായി. അവിടെയും കൂടി ശ്രവണ മനന നിധിധ്യാസനത്തെ മനസ്സിലാക്കണം. പദർപ്പണത്തിലെ പോലെ അത് ആത്മന്യേവാത്മാനം പശ്യതി എന്ന ശ്രുതിയിൽ പഠിക്കും. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആത്മനിയേവ ആത്മാനം പശ്യതി എന്ന ശ്രുതിവചനത്തിലേക്കുള്ള വളർച്ചയാണ് പറയേണ്ടതെന്നൊന്ന് ഓർത്തു വെച്ചാൽ ഡീറ്റെയിൽഡായിട്ട് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് അവസാനിക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. ഹരി ഓം. ഹരി. സുഭാഷ് ഒരു പാക്കറ്റ് സുഭാഷിനുണ്ട്. ഇതെവിടെ രണ്ടെണ്ണം കൊടുത്തത് 2 പേർക്ക് ഒരു പാക്കറ്റ്. കഴിഞ്ഞടുത്ത് പ്രോഗ്രാമിൻ്റെ നോട്ടീസാണ്. അടുത്തതിൻ്റെ പങ്കെടുത്ത് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുന്നുണ്ട്. കുറേ 10 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്ററുണ്ട്, കത്തുണ്ട്. അടുത്ത ഏറ്റില്ല. സമയമുണ്ട്.